നാളെ അതിഭീകരമായിട്ടുള്ള ഒരു ട്വിസ്റ്റാണ് ബിഗ് ബോസ് മലയാളം സീസൺ 6-ൽ സംഭവിക്കാൻ പോകുന്നത്. ജാസ്മിൻ ഗബ്രി ഈ കഴിഞ്ഞ 45 ദിവസവും കണ്ടന്റ് എന്തായിരുന്നു? ജാസ്മിൻ ഗബ്രി. ആ സംഭവം തീർന്നു. ദ എൻഡ്. അവരുടെ കാര്യത്തിൽ വ്യക്തമായിട്ടുള്ള ഒരു വേർപിരിയൽ സംഭവിച്ചിരിക്കുകയാണ്. ജബ്രി പിരിഞ്ഞിരിക്കുകയാണ്. പ്രൊമോ വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സിജോയുടെ എൻട്രി പ്രൊമോ. ഞാൻ ഇത്തവണ വന്നിരിക്കുന്നത് കാട്ട് തീയായിട്ടാണ്, എല്ലാം കത്തിച്ചിട്ടേ പോവുള്ളൂ. ഇതുകൂടാതെ ഒരു ഭീകര ട്വിസ്റ്റും നാളെ സംഭവിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് പ്രൊമോയിലുള്ളത്? അപ്ഡേഷൻസ് പറയാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ കാണുന്ന ഒരുപാട് വ്യൂവേഴ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നത്. സോ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ആ ബെല്ലൈക്കൻ കൂടി ടേൺ ഓൺ ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ബിഗ് ബോസിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫാസ്റ്റ് അപ്ഡേറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് വേഗം പോകുന്നതിന് കിട്ടത്തുള്ളൂ. അതോടൊപ്പം തന്നെ എൻ്റെ FB പേജും ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാത്തവർ മസ്റ്റായിട്ട് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ ഗൈസ്. അങ്ങനെ 2 പ്രൊമോ വന്നിരിക്കുകയാണ്. ആദ്യത്തെ പ്രൊമോ ജാസ്മിൻ പറയാണ്, എനിക്ക് ഈ കാര്യത്തിന് ഒരു അടിവര ഇടണം. ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞിട്ട്, ഫ്രണ്ട്ഷിപ്പിന് മുകളിലാണെന്ന് പറഞ്ഞിട്ട് ലവേഴ്സിൻ്റെ രീതിയിലുള്ള ഒരു കാര്യം കാണിക്കുമ്പോൾ, പ്രവർത്തികൾ കാണിക്കുമ്പം എനിക്ക് ഒരു ബന്ധം കിട്ടുന്നില്ല എന്നിങ്ങനെ ഗബ്രിയുടെ മുഖത്ത് നോക്കി പറയുകയാണ്. റസ്മിനുണ്ട് മറ്റേ വാഴത്തോട്ടത്തിൽ ഇരിക്കുകയാണ്. അപ്പോൾ ഗബ്രി പറയാണ്, ഞാൻ ഒന്നുകിൽ ഞാൻ ഇവിടെ നിന്ന് പോകണം, ഇല്ലെങ്കിൽ നീ ഇവിടെ നിന്ന് പോകണം, അപ്പം ഈ പ്രശ്നം തീരും. അതാണല്ലോ. അപ്പോഴത്തേക്കും ജാസ്മിൻ പറയണേ, എത്ര നാൾ നീ ഇങ്ങനെ ഈ കള്ളം മറച്ചു പിടിച്ച് ഒരു സത്യത്തിനെ നീ ഇങ്ങനെ കള്ളമാക്കി എൻ്റെ മുന്നിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഗബ്രി ചോദിക്കുകയാണ്, എന്ത് കള്ളമാണ് ഞാൻ നിന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ ജാസ്മിൻ പറയാണ്, എടാ എനിക്ക് നിന്നോട് ഇഷ്ടമുണ്ട്, എനിക്ക് നിന്നോട് ഇഷ്ടമുണ്ട്, അത് ഇങ്ങനത്തെ ഒരു ഇഷ്ടമാണ് എന്നുള്ള കാര്യം വ്യക്തമായിട്ട് പറഞ്ഞു. അപ്പോൾ ഗബ്രി പറഞ്ഞു, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, പക്ഷേ എനിക്ക് നിന്നെ കല്യാണം കഴിക്കാനോ അല്ലെങ്കിൽ നിൻ്റെ കൂടെ ജീവിക്കാനോ എനിക്കതിനെ പറ്റത്തില്ല എന്നിങ്ങനെ ജാസ്മിനും. അപ്പോൾ ജാസ്മിൻ പറയാണ്, എനിക്ക് ഉത്തരം കിട്ടി, ഇത്ര നാൾ ഞാൻ തേടി നടന്ന ചോദ്യത്തിന് ഉത്തരം എനിക്ക് കിട്ടി എന്ന് പറയണം. അതായത് ഈ കഴിഞ്ഞ 45 ദിവസം എന്ത് കണ്ടന്റാണോ ഓടിക്കൊണ്ടിരുന്നത്? ജാസ്മിൻ ഗബ്രിക്ക് ജാസ്മിനോട് പ്രണയമായിരുന്നു, അതിനെ മറച്ചു വെച്ചുകൊണ്ട് ഫ്രണ്ട്ഷിപ്പിന് മുകളിലാണ്, അതാണ് ഇതാണ് മറ്റേതാണ് മറിച്ചാണ് ആനാണ് ചെയ്യാനെന്നൊക്കെ പറഞ്ഞ കാര്യം ജാസ്മിൻ കയ്യോടെ ഇങ്ങനെ വലിച്ച് പൊക്കി കീറി വിട്ടിട്ടുണ്ട്. നോക്കാം, നമുക്ക് വീണ്ടും പഴയ അവസ്ഥയിലാവും എനിക്ക് തോന്നുന്നില്ല. കാരണം വ്യക്തമായിട്ട് ജാസ്മിൻ മനസ്സിലായി ഗബ്രിക്കുള്ളത് ലവ് ആണ്, എനിക്ക് നിൻ്റെ അടുത്തുള്ളത് ലവ് അല്ല മോനെ, അതുകൊണ്ട് നീ പോ മോനെ എന്ന് പറയുന്ന ഒരു പ്രൊമോ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. രണ്ടാമത്തെ പ്രൊമോ, ലോകത്തിൻ കഥയറിയാതെ പാട്ട് കേൾക്കുന്നു. എല്ലാവരും നേരെ മെയിൻ എൻട്രൻസിലേക്ക് പോകുന്നു. ഇങ്ങനെ എൻട്രൻസ് തുറക്കുന്നു. വെൽക്കം ബാക്ക് എന്ന് എഴുതിയ ഒരു ബാനർ പിടിച്ചുകൊണ്ട് ബിഗ് ബോസിൻ്റെ ക്രൂ നിൽക്കുകയാണ്. മുഖമൊക്കെ കെട്ടി, അവരെ കണ്ണ് മാത്രമേ കാണാം, അവരിങ്ങനെ നിൽക്കുന്നുണ്ട്. വെൽക്കം ബാക്കോ, ഇത് ആര് വരാനുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും നിൽക്കുന്നു. അപ്പോഴാണ് ഒരു പൂക്കൂടയാണെന്ന് തോന്നുന്നു, എന്തൊക്കെയോ പൂക്കൂടയും കൊണ്ട് കൺഫഷൻ റൂമിൽ നിന്നും സിജോ ഇറങ്ങി വരുന്നു. ഒരു തിളങ്ങുന്ന ഷർട്ടൊക്കെ ഇട്ടുകൊണ്ട് സിജോ ഇറങ്ങി വരുവാണ്. സിജോ ഇറങ്ങി വരുമ്പോഴത്തേക്കും എല്ലാവരും ഓടി സിജോ കണ്ണിന് അകത്തോട്ട് പോകുന്നു. ആദ്യം പോയി റസ്മിൻ കെട്ടിപ്പിടിക്കുന്നു. വെൽക്കം ബാക്ക്. ഗബ്രി പോയിട്ട് ശരിയായില്ലേ എന്നെല്ലാം ചോദിക്കുന്നു. അപ്പോൾ എല്ലാവരും ലിവിംഗ് റൂമിൽ വരുന്നു. ബിഗ് ബോസ് വീട്ടിലേക്ക് സിജോയ്ക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അങ്ങനെ സിജോ പറയാണ്, അന്ന് ലാലേട്ടൻ എൻ്റെ കയ്യിലൊരു പിടി പിടിച്ചു അവിടെ വെച്ച്. അപ്പോൾ എനിക്ക് കിട്ടിയ ധൈര്യം ഈ ജീവിതത്തിൽ അവസാനം വരെ എനിക്കിനി ജീവിക്കാൻ പൊരുതാൻ ആ ധൈര്യം മതി എന്ന് പറയണേ. എന്നിട്ട് ഇപ്പം ഞാനിവിടെ വന്നിരിക്കുന്നത് തീപ്പൊരിയായിട്ടല്ല, ഒരു കാട്ട് തീയായിട്ടാണ്. ഞാനിവിടെ അത് മുഴുവൻ കത്തിച്ചിട്ടേ ഇവിടെ നിന്ന് പോവുള്ളൂ എന്ന് പറയണം. വീട്ടുകാരൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. ഇതാണ് പ്രൊമോ. പിന്നെ നമുക്കൊക്കെ ഒരു സംശയം കാണും, എല്ലാ പ്രാവശ്യവും 50th ഡേയിലല്ലേ സെലിബ്രേഷൻ വരുന്നത്, ഇതെന്തോ നീ 45th ഡേയിൽ ഒരു സെലിബ്രേഷൻ എന്ന്. ദ റിയൽ മാറ്റിപ്പിടിച്ചാലോ എന്ന് ലാലേട്ടൻ ചോദിച്ചതാണ്. വീക്കിലി ടാസ്ക് ഇല്ല, 4 ബെഡ്റൂം, ഡെയിലി ടാസ്ക് ഇല്ല, ഒന്നുമില്ല. അതിപ്പോൾ ഈ ലെവലിലോട്ടായത്. ഇത് മാറ്റിപ്പിടുത്തത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ആഴ്ച എന്ത് വന്നത്? 45 ഡേയ്സ് സെലിബ്രേഷൻ. ചിലപ്പോൾ 50ാമത്തെ ഡേ സെലിബ്രേഷൻ കാണൂല. ലാലേട്ടൻ വെറുതെ വന്ന് സംസാരിച്ച് 50 ദിവസമായി എന്ന് പറയുന്നതല്ലാതെ വലിയ സെലിബ്രേഷനോ ഡാൻസോ പാട്ടോ കൂത്തോ ഒന്നും കാണൂല. അതൊക്കെ ഈ 45th ഡേയിലായിരിക്കും ഉണ്ടായിരിക്കുക. ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റൂല, ഒരു BK വിക്ഷനോ ചിലപ്പോൾ സിജോയുടെ കൂടെ വേറെ എന്തെങ്കിലും റീ എൻട്രി എന്തൊക്കെയോ ഉണ്ട്. എന്തോ ഒരു ഭീകര ട്വിസ്റ്റ് ഈ സംഭവത്തിന്, ഈ 2 സംഭവങ്ങളുടെ കൂടെ വരാനിരിക്കുവാണെന്ന് അറിയുന്നുണ്ട്. എന്താണെന്ന് എനിക്ക് അറിയില്ല, ഞാൻ അറിഞ്ഞിട്ടില്ല. എന്തോ ഉണ്ട്, സംതിങ് ഈസ് ഗോയിങ് ടു ബി ഹാപ്പൻ. എനിക്കറിയില്ല, നമുക്ക് വെയിറ്റ് ചെയ്യാം. ഞാൻ എന്തെങ്കിലും അറിയുവാണെങ്കിൽ ഞാൻ പറയാം, അടുത്ത അപ്ഡേറ്റുമായിട്ട് വരാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എൻ്റെ FB പേജും ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യണം. അടുത്ത അപ്ഡേറ്റുമായിട്ട് വരുന്നവരെല്ലാം സ്റ്റേറ്റുമായിട്ടിരിക്കണം. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.